ആപ്കി അദാലത്തിൽ തെലങ്കാനയുടെ CM രേവന്ത് റെഡ്ഡിയുടെ മേൽ ചുമത്തപ്പെട്ട അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ ഡബിൾ സ്റ്റാൻഡേർഡ്സോട് ഉള്ള വ്യക്തിയാണെന്നാണ്. രേവന്ത് റെഡ്ഡി സാർ, രാഹുൽ ഗാന്ധിയാണ് താങ്കളെ കൊണ്ടുവന്നത്, താങ്കൾക്ക് സന്ദർഭം നൽകി, താങ്കളെ ചീഫ് മിനിസ്റ്ററാക്കി. പക്ഷേ ആ രാഹുൽ ഗാന്ധി വാച്ച്മാനെ മോഷ്ടാവെന്ന് വിളിക്കുന്നു. പക്ഷെ ആ വാച്ച്മാനെ താങ്കൾ വല്യേട്ടൻ എന്ന് വിളിക്കുന്നു. ഇല്ലില്ല, ഇപ്പോ നിങ്ങൾ രജിത് സാർ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. നരേന്ദ്ര മോഡിജി ബീയിങ് ഓൺ എ പ്രൈം മിനിസ്റ്റർ എൻ്റെ സ്റ്റേറ്റിലോട്ട് വന്നിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജിലിരുന്നത്. അന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ നരേന്ദ്രമോദിജി എൻ്റെ വലിയേട്ടനാണെന്നാണ് ഞാൻ പറഞ്ഞത്. ബീയിങ് ഓൺ എ പ്രൈം മിനിസ്റ്റർ, ദിസ് കൺട്രി ഈസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇവിടെയുള്ള ചീഫ് മിനിസ്റ്റർ എല്ലാവർക്കും തന്നെ, ഇവിടെയുള്ള എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സ്ക്കും നിങ്ങൾ വലിയേട്ടൻ തന്നെയാണ്. നിങ്ങൾ അങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. ഞങ്ങളുടെ ഗിഫ്റ്റ് സിറ്റിയെ ഗുജറാത്തിലോട്ട് എടുത്തോണ്ട് പോയി, ബുള്ളറ്റ് ട്രെയിൻ വിട്ടു, സബർമതി റിവർ ഫ്രണ്ട് എല്ലാം കൂടെ നിങ്ങൾ ഗുജറാത്തിലോട്ട് എടുത്തോണ്ട് പോയി. എന്തിന് തെലങ്കാനയ്ക്ക് വേണ്ടി ബൂസി റിവർ ഫ്രണ്ട് കൊടുക്കൂ, മെട്രോ റെയിൽ തരൂ. അതിനോടൊപ്പം അവിടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഞങ്ങൾക്ക് കുറേ ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. അത് നിങ്ങൾ മാത്രമേ തരാൻ പറ്റുള്ളൂ. ഇതുവരെ മോഡിജി ഒന്നും തന്നിട്ടുമില്ല. പക്ഷേ എപ്പോഴും ഫൈറ്റ് റിലീവിങ് എക്കണോമിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഫൈറ്റ് റിലീവിങ് എക്കോണമി ഇന്ത്യയിലോട്ട് വരണമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ മൊത്തം 5 മെട്രോപൊളിറ്റൻ സിറ്റിയാണുള്ളത്. ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, കൽക്കട്ട. ഹൈദരാബാദ് ഈസ് വൺ ഓഫ് ദി മെട്രോപൊളിറ്റൻ സിറ്റീസ്. ഒരുപക്ഷെ ഫൈറ്റ് റിലീവിങ് എക്കോണമി നമ്മൾ പോയി റീച്ച് ആവണമെന്ന് വെച്ചാൽ IT, ഫാർമ സെക്ടേഴ്സിൽ നമ്മൾ നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. മോഡിജി ഞങ്ങളുടെ തെലങ്കാനയ്ക്ക് വേണ്ടി കുറേ അന്യായമാണ് ചെയ്തു കൂട്ടുന്നത്. തെലങ്കാനയ്ക്ക് വരുന്ന എല്ലാ പ്രോജക്ട്സിനെയും പേടിപ്പിച്ച് വഴക്കുണ്ടാക്കി ഗുജറാത്തിലോട്ട് എടുത്തുകൊണ്ട് പോവുക. അതുകൊണ്ടാണ് നിങ്ങൾ വലിയേട്ടനാണെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത്. എല്ലാ ചീഫ് മിനിസ്റ്ററും നിങ്ങൾ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ സിറ്റുവേഷൻ കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ദാറ്റ് ഈസ് നോട്ട് എൻ പൊളിറ്റിക്കൽ പാർട്ടി മീറ്റിംഗ്. സോ ഓൺലി ഗവൺമെൻറ്. സോ എപ്പോഴും സെൻട്രലിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരു നല്ല അറ്റ്മോസ്ഫിയർ, ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഇൻസ്റ്റിറ്റ്യൂഷനോടൊപ്പം ഞാൻ വഴക്കിടാൻ തയ്യാറല്ല. ഗവർണറുടെ കൂടെയോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ കൂടെയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൂടെ ഞാൻ വഴക്കിടാൻ തയ്യാറല്ല. എൻ്റെ വഴക്ക് ഒരു ന്യായമായിട്ടുള്ള പോരാട്ടമാണ്. BJPക്കെതിരെ കോൺഗ്രസ്. പക്ഷേ രാഹുൽ ഗാന്ധി ദിവസവും വഴക്കുണ്ടാക്കുന്നു. അത് ശരിയായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയില്ല വഴക്കുണ്ടാവുന്നത്. രാഹുൽജി അദ്ദേഹത്തിന്റെ തോട്ട് എന്ന് പറയുന്നത് വേറെ കാര്യമാണ്. ഞാൻ ചീഫ് മിനിസ്റ്ററായിട്ട് പ്രൈം മിനിസ്റ്ററെ അഡ്രസ് ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റേറ്റിന്റെ ആവശ്യങ്ങളെ ഞാൻ പ്ലേസ് ചെയ്തല്ലേ പറ്റൂ. രാഹുൽ ഗാന്ധി എന്താ പറയുന്നതെന്ന് വെച്ചാ, ഗൗതം അദാനി ഒരു പിക് പോക്കറ്ററാണ്. അദാനി സൈലന്റായിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്നും മോഷ്ടിക്കുന്നു. പക്ഷേ താങ്കൾ മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ 12,400 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് നൽകിയിരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രോജക്റ്റ് കൊടുത്തില്ല. മോഡിജി പോർട്സ്, എയർപോർട്ട്, നാഷണൽ ഹൈവേ, അതിൻ്റെ ഒപ്പം നവരത്ന, അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള എല്ലാ പ്രോജക്ട്സും ഗവൺമെൻറ് റെഡിയായതിനു ശേഷം കുറഞ്ഞ വിലയ്ക്കാണ് അദാനിക്ക് കൊടുത്തിട്ടുള്ളത്. ഞാൻ അദാനിയുടെ പാക്കറ്റിലുള്ള പണം എടുത്ത് ആ പണം എടുത്തുകൊണ്ട് വന്ന് എൻ്റെ സ്റ്റേറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ വെച്ച്. ഞാൻ എൻ്റെ സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടി ഒന്നും തന്നെ കൊടുത്തില്ല അദ്ദേഹത്തിന്. ഞാൻ അദ്ദേഹത്തിൻ്റെ പവർ സെക്ടറിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിൽ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞാൻ മേടിച്ചത്. ഇൻവെസ്റ്റ്മെൻറ്റ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ലെവൽ പ്ലേയിങ് ഫീൽഡിൽ ഈക്വൽ ആയിട്ടിരിക്കണം. അദാനി ആയിക്കോട്ടെ, ടാറ്റ ആയിക്കോട്ടെ, അംബാനി ആയിക്കോട്ടെ, ബിർല ആയിക്കോട്ടെ. എൻ്റെ സ്റ്റേറ്റിലോട്ട് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ, എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ, ആ ഐഡിയയോടെ എൻ്റെ സ്റ്റേറ്റിലോട്ട് വന്നാൽ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഈക്വൽ ആയിട്ട് കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അദാനിയെ ഡിസ്ക്വാളിഫൈ ചെയ്തത്. വേറെ ഒരു കാരണവുമല്ല. അദാനിയുടെ ബ്രാൻഡൊന്നും ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. എനിക്ക് ഇത് മൂലമായിട്ട് ഫേവർ ചെയ്യാനും ഇഷ്ടമല്ല. രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അദാനി ഒരു വലിയ പ്രശ്നമായി മാറിയെന്നാണ്. അതായത് ഞാൻ രാഹുൽജി എന്താ പറയുന്നതെന്ന് വെച്ചാ, TV ഓൺ ചെയ്താൽ അദാനിക്കാണ് പണം പോകുന്നത്. പെട്രോൾ അടിച്ചാലും അദാനിയുടെ പക്കലേക്ക് പണം പോകുന്നു. ഫ്ലൈറ്റിൽ പോയാലും അദാനിക്ക് പണം കിട്ടുന്നു. അതെ, ഗവൺമെന്റിന്റെ കോൺട്രാക്റ്റാണ് കൊടുക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, രാഹുൽജി പറഞ്ഞത് ശരിയാണ്. കാരണം ഗവൺമെന്റ് അവർക്ക് വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത്, ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഹെസിറ്റേറ്റ് ചെയ്യുന്നു, പക്ഷെ ഫോട്ടോ എൻ്റെ അടുത്തുണ്ടല്ലോ. താങ്കൾ വെരി നൈസ്. ഫോട്ടോയിൽ വളരെ നന്നായിട്ടുണ്ടല്ലേ. ഇതെന്റെ അടുത്തുനിന്ന് മിസ്സായി പോയി. എനിക്ക് അന്നേരം ഞാൻ വെച്ചോളാം. ഞാൻ അദാനിജീനെ ഒരു 4 ചുമരിനകത്തല്ലല്ലോ കണ്ടത്. പബ്ലിക്കായിട്ട് ജനങ്ങൾക്ക് മുമ്പേ എല്ലാവരുടെ മുമ്പിൽ വെച്ചല്ലേ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിരുന്നേ. നിങ്ങളുടെ പണം എടുത്തുകൊണ്ട് വന്ന് തെലങ്കാനയിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ രജിത് സാർ, നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും യു ആർ മോസ്റ്റ് വെൽക്കം ടു ദ തെലങ്കാന. കാരണം me being the chief minister, I have to invite the investments, have to create the employment in my state.
പക്ഷേ മറ്റുള്ളവരോടൊപ്പം ഉദാഹരണമായിട്ട് ടാറ്റയോടൊപ്പം ബിർളയോടൊപ്പം ബിസിനസ് ചെയ്തിരുന്നെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷെ ദിവസവും നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്താ പറയുന്നതെന്ന് വെച്ചാൽ BJPക്ക് എപ്പോൾ ഭരണം കിട്ടിയാലും സോഴ്സ് എല്ലാം അദാനിക്ക് നൽകുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളൊരു പിക്ചർ എന്താണെന്ന് വെച്ചാൽ അദാനി ഈ രാജ്യത്തെ മോഷ്ടിച്ച് തിന്നുകയാണെന്ന്. സോ രാജ്യത്തെ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന വ്യക്തി എങ്ങനെ തെലങ്കാനയിൽ ഒരു വലിയ ഇൻവെസ്റ്റർ ആയെന്നുള്ള കാര്യം താങ്കൾ പറയുക. ഞാൻ മോഷ്ടിക്കാനായിട്ട് തീർച്ചയായിട്ടും വിടത്തില്ല. ഞാൻ അവിടെ ഉണ്ടല്ലോ, കാരണം റേവന്ത് റെഡ്ഡിയാണ് ഇവിടെ ഉള്ളത്. ഇല്ല രജിത് സാർ, തെലങ്കാനയിൽ റേവന്ത് റെഡ്ഡി ഉണ്ട്. അവൻ അവിടെ ആരെയും മോഷ്ടിക്കാൻ വിടത്തില്ല. ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ മേടിക്കുള്ളൂ. ഞങ്ങൾ എംപ്ലോയ്മെന്റ് തിരിച്ചു കൊടുക്കും, ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടിയും തിരിച്ചു കൊടുക്കും. ഏതെങ്കിലും ഇൻവെസ്റ്റേഴ്സ് എൻ്റെ സ്റ്റേറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുവാണെന്ന് വെച്ചാൽ അവർക്കായിട്ടുള്ള ഗ്യാരണ്ടി ഞാൻ തരാം. അവരുടെ പൈസയ്ക്കായിട്ട് അവർ പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. സോ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഈസ് സംതിങ് ഡിഫറെന്റ് ഫ്രം ലൂട്ടിംഗ് പബ്ലിക് മണി. സോ ഐ എം ദാറ്റ് ടു പ്രൊട്ടക്ട് മൈ പീപ്പിൾ. പക്ഷേ ധാരാളം ലീഡേഴ്സ് റീസെന്റ് ആയിട്ട് കോൺഗ്രസ് ഉപേക്ഷിച്ചു. പിന്നെ കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺ ആയിരുന്ന അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ കോൺഗ്രസിൽ വെൽത്ത് ക്രിയേറ്റേഴ്സിന് എതിരായിട്ട് സംസാരിക്കാൻ നിർബന്ധിക്കുന്നുവെന്ന്. വെൽത്ത് ക്രിയേറ്റേഴ്സായ അദാനിയും അംബാനിയും കൂടുതൽ ഉയർത്താൻ പാടില്ലെന്ന് പറയുന്നെന്ന്. ഇതൊക്കെ ഒരു വെറും റൂമറാണ്. ഒരാൾ പാർട്ടി ഇട്ടിട്ട് പോവാന്ന് വെച്ചാൽ അടുത്തതായിട്ട് അവർ എവിടെ പോകുന്നോ അതിനെക്കുറിച്ച് സംസാരിക്കുള്ളൂ. ഒരുപക്ഷെ അവർ ഇൻഫോസിസ് വിട്ടിട്ട് വിപ്രോയ്ക്ക് പോയാൽ വിപ്രോയെക്കുറിച്ചേ സംസാരിക്കത്തുള്ളൂ. നിങ്ങൾ ഏത് പാർട്ടിക്ക് പോകുന്നു ആ പാർട്ടിയെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. രാഷ്ട്രീയം വിട്ടുപോയില്ലല്ലോ. എലിവേഷന് വേണ്ടിയും പ്രൊമോഷന് വേണ്ടിയും കേസിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ടും നിങ്ങളുടെ പാർട്ടി ഇട്ടിട്ട് പോവാന്ന് വെച്ചാൽ, നിങ്ങളുടെ പാർട്ടിക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് അവർ ചെയ്തിട്ട് പോകാനാ പോകുന്നത്. അവിടെയുള്ള ബോസ് എന്താണ് പറയാൻ പോകുന്നത്? തീർച്ചയായിട്ടും വഴക്ക് പറഞ്ഞിട്ട് വരാനല്ലേ പറയത്തുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് നല്ല പോസ്റ്റിംഗ് തരത്തുള്ളൂ എന്ന് അവർ പറയും. സോ ഈ കാര്യമൊക്കെ രാഷ്ട്രീയമാണോ? പിന്നെ KCRന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് ഞാൻ കണ്ടു. ലോക്സഭാ ഇലക്ഷന് ശേഷം രേവന്ത് റെഡ്ഡിയും BJPയിലേക്ക് വന്ന് ചേരുമെന്ന്. ഇല്ല, ഞാൻ അത് തന്നെയാ പറയുന്നത്. ആ അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ടാണ് ഇന്ന് ഞങ്ങള് ലോക്സഭയില് 5 സീറ്റ് ജയിച്ചു കാണിച്ചിരിക്കുന്നത്. ലോക്സഭാ സീറ്റ് ഞങ്ങൾ ജയിച്ചു. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാൻ നോക്കൂ. മെഹബൂബ് നഗർ, ചേവല്ല, ഭുവൻഗിരി, ജൈറാബാദ്, പൽക്കാജ്ഗിരി, ഈ 5 സീറ്റില് BRSക്കാര് BJPനെ ജയിപ്പിക്കാനായിട്ട് തന്നെയാണ് ഈ കോൺട്രാക്ട് എടുത്തത്. കോൺട്രാക്ട് എടുത്തവർ എനിക്കെതിരെ എന്താണ് പറയാൻ പോകുന്നത്? ഇന്ന് ഞാൻ BJPക്ക് പോകണമെന്ന് വെച്ചാൽ 2017 ഞാൻ തന്നെ BJPക്ക് പോയിരിക്കുമല്ലോ. ഇപ്പോഴും BJPയുടെ ഭരണം തന്നെയല്ലേ. ഇന്ന് ഞാൻ കോൺഗ്രസിന്റെ പാർട്ടിയിലാണ് ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്നത്. എനിക്കിതൊക്കെ ആവശ്യമില്ലാത്ത കാര്യമാണ്. ഒരുപക്ഷെ ഞാൻ പവർ ചോദിക്കേണ്ടതുണ്ടായിരുന്നെങ്കിൽ അപ്പോളേ അന്നേ 2040 അവരുടെ പാർട്ടിയിലോട്ട് ഞാൻ പോയിരുന്നേനല്ലോ. 2017 ഞാൻ BJPയിലോട്ട് പോയിട്ട് അവിടെ മന്ത്രി ആയെന്നല്ലോ. ഓൾ ദീസ് ഡേയ്സ് 17 years I have been in opposition. എന്റെ പേരിൽ, എന്റെ കഷ്ടത്തിൽ ഈ ഇലക്ഷനിൽ നിന്ന് ഞാൻ തന്നെയാണ് ജയിച്ചിരിക്കുന്നത് ഇവിടെ. അല്ലാണ്ട് ആരുടെ ദയ കൊണ്ടും അല്ല ഞാനിവിടെ ചീഫ് മിനിസ്റ്റർ ആയത്. അച്ഛന്റെ പേരിലോ അമ്മച്ചിയുടെ പേരിലോ ഒന്നും അല്ല ഞാൻ ചീഫ് മിനിസ്റ്റർ ആയ. ഞാൻ കഷ്ടപ്പെട്ട ചീഫ് മിനിസ്റ്റർ ആയത്. സോ KCRന് എനിക്ക് എന്ത് ഡിഫറൻസ് ആണ് സാർ ഉള്ളത്? അദ്ദേഹം ഒരു മാനേജ്മെന്റ് കോട്ടയാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ കാരണമാണ് അദ്ദേഹത്തിന് ജോലി കിട്ടിയത്. അച്ഛന്റെ സഹായം ഇല്ലെങ്കിൽ ഒരു പ്യൂൺ പോലും ആവാൻ പറ്റില്ലായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം എങ്ങനെ എന്നെ എതിർത്ത് സംസാരിക്കുന്നത്? അദ്ദേഹം ഡയലോഗൊക്കെ നന്നായിട്ട് പറയും. അദ്ദേഹം പറയുന്നു രേവന്ത് റെഡ്ഡി ചെറിയ മോദിയാണ്. ചെറിയ മോദിയും വലിയ മോദിയും അദാനിയും കൂടെ ചേർന്ന് തെലങ്കാനയിൽ ഒരു ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കാൻ പറയുന്നു. ശരിയാ, അവരും കൂടെ സന്തോഷപ്പെടട്ടെ. എത്ര ദൂരം സാറേ ഉള്ളത്? വെറും 2 മാസമല്ലേ ഉള്ളൂ. ഇനി 2 മാസത്തിന് ശേഷം എല്ലാം തനിയെ പിരിഞ്ഞു പോയേക്കും. അതായത് ധാരാളം പേര് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയത് സത്യമാണ്. വലിയ വലിയ ലീഡേഴ്സ് എല്ലാം പുറത്തുപോയി. അതിൽ പലരും രാഹുൽ ഗാന്ധിക്ക് വളരെയധികം ക്ലോസ് ആയിരുന്ന വ്യക്തികളാണ്. അതായത് സിന്ധ്യ, ജിതിൻ പ്രസാദ്, പിന്നെ RPN സിംഗ്. അവരൊക്കെ പാർട്ടിയിൽ നിന്നും പുറത്തു പോവുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. കേസസ് ഉണ്ട്, ED കേസസ്, ഇൻകം ടാക്സ് കേസസ്. നിങ്ങൾക്ക് മോഡിജിയുടെ സ്ലോഗൻ അറിയാലോ, ഐസ് ഓർ നൈസ്. ഐസ് കർത്തോ ഇൻകം ടാക്സ് CBI ED, നൈസ് കർത്തോ നോർക്കോട്ടിക്സ് ഇൻകം ടാക്സ് CBI ED. നിങ്ങൾക്ക് നൈസ് വേണോ അതോ ഐസ് വേണോ? നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങൾ തന്നെ പറയൂ. അതുകൊണ്ട് ഇതിന്ന് ഐസോ ഇല്ലെങ്കിൽ നൈസാണോന്ന് ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ ഒരു ഓഫർ കിട്ടിക്കാണും. ഇതുകൊണ്ടായിരിക്കും അവർ പോയത്. KCRന്റെ പാർട്ടിയിൽ നിന്നും മേയേഴ്സും MLAസും എല്ലാം താങ്കളുടെ പാർട്ടിയിലേക്ക് ചേർന്നിരിക്കുകയാണ്. 3 MLA, 1 മേയറും. അവർക്ക് എന്ത് ഓഫറാണ്? രാജ്യസഭാ മെമ്പറിനെ ഞാൻ ഫ്ലോർ ലീഡറായിട്ടാക്കി. കേശവ റാവുജി BRSനോടൊപ്പം ലീഡർ ഓഫ് ദി ഹൗസ്. അതായത് അവർക്ക് താങ്കൾ എന്താണ് നൽകിയത്? ഐസാണോ നൈസാണോ? ഒന്നുമില്ല, സ്നേഹമാണ് കൊടുത്തത്. അതുകൊണ്ട് അവര് കോൺഗ്രസിലോട്ട് വന്ന് ചേർന്നതൊക്കെ. അല്ലെങ്കിൽ താങ്കളും പുതിയ വാഷിംഗ് മെഷീൻ ഒക്കെ വാങ്ങിച്ചു? ഇല്ല, ഇനി മേടിച്ചില്ല. അതല്ലേ ഇപ്പൊ കുറെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക. തീർച്ചയായിട്ടും മേടിച്ചേക്കാം. കേജ്രിവാൾ ഇപ്പോൾ ജയിലിലാണുള്ളത്. മാത്രമല്ല അദ്ദേഹം CM ആയി തുടരണമെന്നും ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ അത് ശരിയാണോ? അതെ, ശരിയാണ്. ഇല്ലീഗലായിട്ട് അറസ്റ്റ് ചെയ്ത അദ്ദേഹത്തിനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഗവൺമെന്റ് നടത്തിയല്ലേ പറ്റൂ. സോ ആ അറസ്റ്റ്
എന്തുകൊണ്ടാണോ ചെയ്തിരിക്കുന്നത് അതെന്തുകൊണ്ടാന്ന് നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. 2 വർഷമായിട്ട് കേസ് നടക്കുന്നു. ഇലക്ഷൻ സമയത്ത് അറസ്റ്റ് ചെയ്ത് അകത്തിട്ട കാരണം ഇലക്ഷനിൽ അത്ര വഴക്ക് വരുന്നില്ല. വോട്ടിംഗ് സമയത്ത് തോൽക്കുമെന്ന് പേടി കൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് BJP പാർട്ടി അകത്ത് വെച്ചിരുന്നത്. നിങ്ങൾ 2 മാസത്തിന് ശേഷം അറസ്റ്റ് ചെയ്താൽ എന്തായിരിക്കാൻ പോകുന്നു? ഇലക്ഷൻ സ്കെഡ്യൂള് അനൗൺസ് ചെയ്തതിന് ശേഷം സ്വരഞ്ജിയെ അറസ്റ്റ് ചെയ്തു. സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ കേജ്രിവാൾ സാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. 2-3 വർഷങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഈ ഇലക്ഷൻ സമയത്ത് അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ചെയ്താൽ കേജ്രിവാളിന് എന്ത് വഴിയാ ഉള്ളത്? സോ ആരെങ്കിലും ഇല്ലീഗൽ ഡിറ്റൻഷൻ വല്ലതും ചെയ്തിരുന്നാൽ വളരെ തെറ്റാണത്. ഒരുപക്ഷെ എവിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ 2 വർഷം കേസ് എവിഡൻസും വെച്ചുകൊണ്ട് എന്തിനാ വെറുതെ ഇരുന്നത്? പല സമയത്ത് കേസിന് എവിഡൻസ് ഇല്ലാണ്ട് എന്തിനാണ് നിങ്ങൾ കേജ്രിവാളെ അറസ്റ്റ് ചെയ്തത്? ഇതിന് മോഡിജിയാണ് വന്ന് ഉത്തരം പറയേണ്ടത്. മോഡിജി വ്യത്യസ്തമായിട്ടാണ് ഭരണം നടത്തേണ്ടതെന്നാണ് നോക്കുന്നത്. നാടിനെ രക്ഷിക്കാനായിട്ട് എന്തോ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. അത് ശരിയല്ല. അത് ഈ നാടിന് നല്ലതല്ല. ഇനി കറപ്ഷൻ ഇപ്പോ പനിഷ്മെന്റ് കൊടുക്കാനായിട്ടല്ല ഞങ്ങൾ നിർത്തിയത്. ബട്ട് ദ സിറ്റുവേഷൻ ഓഫ് അറസ്റ്റ് 104 കോടി ആൾക്കാരാണ് ഇത് കണ്ടോണ്ടിരിക്കുന്നത്. എലക്ഷൻ വന്നതിന് ശേഷം ഏതൊരു ചീഫ് മിനിസ്റ്ററെയും ഏതൊരു പാർട്ടിയും ഏതൊരു പ്രൈം മിനിസ്റ്ററും ഏതൊരു ഗവൺമെന്റും എലക്ഷൻ തീർന്നതിന് ശേഷം ED കേസും കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ നാടിന് നല്ല കാര്യമാണോ? നിങ്ങളൊന്ന് പറയ്. ഇതൊക്കെ എന്താണ്? നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? പറയ്. സർ, ഒരുപക്ഷെ താങ്കൾ KCRയെ ജയിലിലേക്ക് അയച്ച് അവിടെ ഡബിൾ ബെഡ്റൂം ചെയ്തു കൊടുത്താൽ ശരിയാണോ അത്? ഇല്ലല്ല, ഞാൻ സിറ്റുവേഷനാണ് പറയുന്നത്. ഇത് ഒരുപക്ഷെ സത്യമായിട്ട് കെജ്രിവാൾ സാറിന്റെ ഇത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആ കുറ്റം എന്തായിരുന്നു? 100 കോടി രൂപ ഏതോ ഒരു ലിക്കർ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്മാന്റെ അടുത്തുനിന്ന് മേടിച്ചിരുന്നു. അത് വെച്ച് ഗോവ ഇലക്ഷൻ, പഞ്ചാബ് ഇലക്ഷൻ യൂസ് ചെയ്തു. അത്രയല്ലേ ഉള്ളൂ. അതിനുശേഷം സെയിം ലിക്കർ ബിസിനസ് ചെയ്യുന്നവര് ഇലക്ടോറൽ ബോണ്ട്സ് ആയിട്ട് അറസ്റ്റ് ആയതിനു ശേഷം 400-500 കോടി ഫണ്ട് മേടിക്കുന്നു. അതേ സെയിം പേഴ്സന്റെ അടുത്ത്. ഏതാളാണോ ആ കെജ്രിവാളിന് വേണ്ടി പൈസ എടുത്ത് കൊടുത്തത്, അലിഗേഷൻ സംഭവിച്ചിട്ടിരിക്കുമ്പോൾ ആ ആള് തന്നെ 400 to 500 crores given to the same ഭാരത് ജനതാ പാർട്ടി in the name of electoral bonds. അതിനുശേഷം നിങ്ങളത് വൈറ്റിൽ മേടിക്കുന്നോ ഇല്ലെങ്കിൽ ബ്ലാക്കിൽ മേടിച്ചാലോ എന്ത് വ്യത്യസ്തമാണോ ഉള്ളത് പറഞ്ഞു തരുമെന്ന്. അതിന്റെ പ്രതിഫലനം നമുക്ക് ഇലക്ഷനിൽ കാണാൻ സാധിക്കൂ? ഡെഫിനറ്റ്ലി. എന്തുകൊണ്ടില്ല? ജനങ്ങളൊക്കെ കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. സുപ്രീം കോടതിന്റെ ജഡ്ജ്മെന്റിന് ശേഷം ആ ആള് തന്നെ വന്ന് ഇലക്ട്രോൾ ബോണ്ട്സ് ഒക്കെ മേടിക്കുവാണ്. ഏത് പാർട്ടിയാണ് ആരൊക്കെയാണ് കൊടുത്തതെന്നുള്ള കാര്യം ആ ലിസ്റ്റിൽ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. മുഴുവൻ ഇന്ത്യക്കുമായിട്ട് 22,500 crores ഇലക്ട്രോൾ ബോണ്ട്സ് ആണ് ഇവർ മേടിച്ചിരിക്കുന്നത്. അതിൽ 6,780 crores, ആൾമോസ്റ്റ് 7,000 crores 4 വർഷത്തിൽ തന്നെ BJPക്ക് അത്രയും പൈസയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ബോണ്ട്സ് ഒക്കെ കൊടുത്തത് ആരാന്ന് പറയേ? എങ്ങനെയാണ് ഇതൊക്കെ വന്നേ? ആകാശത്തുനിന്ന് ആരെങ്കിലും ഇറക്കി തന്നതാണോ ഇത്? BJPക്കാരുടെ ആർഗ്യുമെന്റ് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പറയുന്നത് 18 സംസ്ഥാനങ്ങളിലും അതുപോലെ 10 വർഷമായിട്ട് കേന്ദ്രത്തിലും ഭരണമുണ്ടെന്ന്. ഞങ്ങൾക്ക് 6,000 കോടി രൂപ ലഭിച്ചു. പക്ഷേ മറ്റുള്ള പാർട്ടിക്കാർക്ക് ഇതിലും കൂടുതൽ വല്ലതും ലഭിച്ചോ? കോൺഗ്രസിന് ലഭിച്ചു. TMC ഒരു സംസ്ഥാനത്തിൽ മാത്രം ഭരിക്കുന്ന പാർട്ടിയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ അവർക്ക് നിങ്ങൾക്കും വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. വ്യത്യാസം ഉണ്ടെന്ന് എന്തിനാ ക്ലെയിം ചെയ്യുന്നത്? ഇവിടെ നീതികൾ രാജ, ഞങ്ങൾ വളരെ എക്സ്ട്രീമാണ്, നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞ പോലെ ചെയ്യുന്നതെന്നുള്ള ഗവൺമെന്റ് രീതിയിൽ ക്ലെയിം ചെയ്തരുത്. നിങ്ങളും BRS പോലെയാണ്, TMC പോലെയാണ്. നിങ്ങളും മറ്റുള്ള കറപ്റ്റഡ് പാർട്ടി മാതിരി തന്നെയാണ്. നിങ്ങളും അവരും ഒരുപോലെ തന്നെയല്ലേ ഉള്ളത്. നിങ്ങൾ എന്തിനാ തനിച്ച് പിരിച്ച് സംസാരിക്കുന്നത്? നിങ്ങളും അവർ വേറെയല്ല, രണ്ടുപേരും ഒന്ന് തന്നെയാ. ഇപ്പോ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുകൊണ്ടോ അതുമാത്രമല്ല സോറനെ അറസ്റ്റ് ചെയ്തതുകൊണ്ടോ ലോക്സഭാ ഇലക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ഡെഫിനറ്റ്ലി. ഞാൻ വിദ്യാർത്ഥി പരിഷത്തിൽ ഇരുന്നത് വരെ ഞാൻ BJPനെ കണ്ടോണ്ടാണ് ഇരിക്കുന്നത്, അതായത് ഭാരതീയ ജനതാ പാർട്ടി. എനിക്കറിഞ്ഞ് 81 തൊട്ടാണ് ഈ ഭാരതീയ ജനതാ പാർട്ടി ആരംഭിച്ചത്. 85 ഇലക്ഷനിലും ലിറ്റിൽ ബിറ്റ് ഐ ആം അബ്സർവിംഗ് ദ ഇലക്ഷൻ പാറ്റേൺ. എപ്പോഴും ഇലക്ഷന് മുമ്പായിട്ട് 1-2 വർഷത്തിന് മുമ്പായിട്ട് ഒരു അജണ്ട തീരുമാനിക്കും. ഈ അജണ്ട വെച്ചാണ് ഇലക്ഷനിൽ നിൽക്കണമെന്നുള്ളതും തീരുമാനിക്കുന്നത്. ആ അജണ്ടയുടെ മേലെയാണ് ഞങ്ങൾ പ്രിപ്പറേറ്റീവ് വർക്കും തീരുമാനിക്കുന്നത്. ആ അജണ്ട വെച്ച് തന്നെയാണ് നിൽക്കുന്നതും. പക്ഷേ ഫസ്റ്റ് ടൈം മോഡിജി ലീഡർഷിപ്പിലിരിക്കുന്നു. അവർ ഫൈനൽ ചെയ്ത അജണ്ടയിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടി ഇലക്ഷനിൽ വഴക്കിടുന്നില്ല. അവർ ഡീറെയിലായിപ്പോയി. ഈ അജണ്ട മൂലമാണ് 2021-22 ആരംഭിച്ചത്. ഇപ്രാവശ്യം അമ്പലത്തിന്റെ പേരും വെച്ചാണ് അവർ ഇലക്ഷൻ നടത്താൻ പോകുന്നത്. അതുകൊണ്ട് ആ ശ്രീരാമന്റെ അമ്പലത്തിൽ 2023, അതായത് ഈ ഇലക്ഷൻ സ്റ്റാർട്ടായത് ജനുവരി സമയത്താണ്. ഇതൊക്കെ ഏർപ്പെടുത്തി വെച്ചിട്ട് പിന്നെ ഇലക്ഷനിലോട്ട് പോകാനാണ് അവർ കരുതിയത്. രാം മന്ദിറിന്റെ പ്രശ്നം തീർന്നതിന് ശേഷം ദാ ഇവിടെ സുരേനെയും കേജ്രിവാളിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. TV-യിലൊക്കെ ഇപ്പം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
എല്ലാ ചാനലിലും രാമന്റെ അമ്പലത്തിനെ കുറിച്ചല്ലേ പറയുന്നത്. അവരുടെ അജണ്ട പോലും അവിടെ ഡീറെയിലായി പോയില്ലേ. സോ ഇപ്പോഴാണ് ആർഗ്യുമെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. മോഡിജി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ കറപ്ഷൻ നടക്കാൻ സമ്മതിക്കില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം കറപ്ഷൻ ചെയ്ത എല്ലാവരെയും അകത്തിടുമെന്നാണ് പറയുന്നത്. ആ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇനി ഹേമന്ത് ശർമ്മയെ ഇതുവരെ അകത്താക്കാണ്ട് വെച്ചിരിക്കുന്നത്? ജ്യോതിരാദിത്യയുടെ മേത്തും കേസസ് ഉണ്ട്, എന്തുകൊണ്ട് അകത്തിടാത്ത ഇതുവരെ? നവീൻ ചിന്തല ഇതുവരെ തേർന്നെടുത്തിരുന്നു, അശോക് ചവാനെ തേർന്നെടുത്തിരുന്നു, അജിത് പവാറേയും തേർന്നെടുത്തു. കോൺഗ്രസ് പാർട്ടിയിലുള്ള ആൾക്കാരുടെ പേര് പറയുന്നു. അതെ, ഇവരുടെ മേത്തൊക്കെ ED കേസസും പിന്നെ ഇൻകം ടാക്സ് കേസസും ഉണ്ടല്ലോ. അതിനുശേഷം എല്ലാരും ഇവിടുന്ന് അങ്ങോട്ട് പോയതിനു ശേഷം ഒറ്റയടിക്ക് മഹാത്മയായി എല്ലാരും കൂടെ. ഇവരെല്ലാരെയും ഇവിടെ പിടിച്ചിങ്ങനെ അടുത്തൊക്കെ ഇരുത്തി വെച്ചിട്ട് കറപ്ഷനെതിരെയാണ് ഇലക്ഷൻ നടത്താൻ പോകുന്നതെന്നാണ് മോഡിജി പറയുന്നത്. എന്ത് പറയാനാ ഞാൻ? രജത് സർ, നിങ്ങൾ ഡിബേറ്റ് ചെയ്യണം, അത് ചെയ്യിപ്പിക്കണം. കാരണം മോഡിജി കറപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. മോഡിജിയുടെ അടുത്ത് വന്നിരിക്കുന്നില്ല ഈ കുറെ ആൾക്കാരൊക്കെ. ഇവരൊക്കെ ആരാ? ഇന്നലെ വരെ നിങ്ങളല്ലേ പറഞ്ഞത് ഇവരാണ് മോസ്റ്റ് കറപ്റ്റഡ് ഫെല്ലോസ്ന്ന്. ജയിലിലിടണമെന്നും പറഞ്ഞു. എന്നുവെച്ചാ BJP ജോയിൻ ചെയ്യിപ്പിക്കുന്നതാ. അത്രേ ഉള്ളൂ, വേറെന്താ ഉള്ളേ? പക്ഷേ കേജ്രിവാളിന്റെയും സോറന്റെയും അറസ്റ്റോടുകൂടി അവർക്കും പ്രയോജനമുണ്ട്, കേജ്രിവാളിനും സിമ്പതി ലഭിക്കും. അങ്ങനെ കവിതയെ അറസ്റ്റ് ചെയ്ത TRSനും BRSനും സിമ്പതി കിട്ടുമെന്ന് കരുതുന്നുണ്ടോ? തെലങ്കാനയുടെ കറപ്ഷൻ ചാർജസിലല്ല അറസ്റ്റ് ചെയ്തത്, ഡൽഹിയിലുള്ള കറപ്ഷൻ ചാർജസിലാണ് അറസ്റ്റ് ചെയ്ത് വെച്ചത്. ഇവിടത്തെ കറപ്ഷൻ ചാർജസ് എന്താ? സിമ്പതി കിട്ടുവോ ഇല്ലയോ? അദ്ദേഹത്തിന് ഒരു 17 വയസ്സുള്ള ഒരു മകനുണ്ട്, അവന്റെ പഠിത്തമൊക്കെ ഡിസ്റ്റർബ് ആവുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അവരൊക്കെ ബെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവല്ലേ. അവരും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാനും അതിനെക്കുറിച്ച് പറഞ്ഞില്ല. ഒരുപക്ഷെ സിറ്റുവേഷൻ അത്ര മോശമാണെങ്കിൽ KCR അറസ്റ്റ് ചെയ്താൽ ഇലക്ഷനിൽ ഒരു പുതിയ മാറ്റം വന്നേനല്ലോ. കവിതാജി ഇറലവന്റ് ഫോർ തെലങ്കാന ഇലക്ഷൻ. അപ്പോ ഒരു മാറ്റവും സംഭവിക്കില്ല. വലിയ ആർഗ്യുമെന്റ് ഒന്നുമില്ല. KCR അറസ്റ്റ് ചെയ്താൽ താങ്കൾ ആരെയും പ്രശ്നം ഉണ്ടാക്കാൻ അനുവദിക്കില്ലല്ലോ. സാർ, അങ്ങനെയൊന്നുമില്ല. KCR ഉണ്ടല്ലോ, രാവണൻ ഉണ്ടെങ്കിലല്ലേ രാമൻ ഉണ്ടാവുള്ളൂ. രാവണൻ ഇല്ലെങ്കിൽ ഇവിടെ രാമൻ ഒരു വാല്യൂ ഇല്ല. KCR ഉണ്ടെങ്കിലേ റേവന്തിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുള്ളൂ. സൗത്ത് ഇന്ത്യയിൽ 2 സ്റ്റേറ്റ്സിൽ കോൺഗ്രസ് ആണിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരെങ്കിലും ഒരാളെ PM കാൻഡിഡേറ്റ് ആയിട്ട് നിങ്ങൾ നിർത്തുമോ? കോൺഗ്രസ് പാർട്ടിയുടെ Yes, sir, സൈഡിൽ അതെ, നിന്നാണ് sir. ചോദിക്കുന്നത്. അത് തന്നെ, സൗത്തിൽ ഇപ്പോൾ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിട്ട് ഒരാളുണ്ട്. മല്ലികാർജുൻ ഖാർഗെയാണ് ഇപ്പോൾ കർണാടകത്തില് കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ്. അല്ലാണ്ട് KC വേണുഗോപാൽജി ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ. അതിനോടൊപ്പം രാഹുൽ ഗാന്ധിജി സൗത്തിൽ നിന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എല്ലാവരും സൗത്ത് തന്നെയാ. ഇനി വരുന്ന കാലത്തിലൊക്കെ സൗത്തിൽ നിന്നായിരിക്കും പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ടായി വരുന്നത്. ഹാപ്പി ടു ഹിയർ സർ. സോ അതുകൊണ്ട് കോൺഗ്രസ് വിട്ടു പോകുന്ന രാഷ്ട്രീയക്കാരൊക്കെ എന്താ പറയുന്നതെന്ന് വെച്ചാ സൗത്ത് കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായിട്ടും വിഴുങ്ങിയെന്നാണ്. അങ്ങനെയൊന്നുമില്ല. UPയിലുള്ളവര് പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തെലുങ്കിൽ 42 MPs ഉണ്ട്. ഔട്ട് ഓഫ് 42 വി ഗോട്ട് ഓൺലി 1 ക്യാബിനറ്റ് മിനിസ്റ്റർ. ഓൺലി 1. ഒറ്റ ക്യാബിനറ്റ് മിനിസ്റ്ററേ ഉള്ളൂ, കിഷൻ റെഡ്ഡി സർ. രജത് സാർ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാൻ ആലോചിക്കുമായിരുന്നു. നരേന്ദ്രമോദിയെക്കുറിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കുക. ഗുജറാത്തിൽ 28 MPs ഉണ്ട്. അത് മാത്രമല്ലാണ്ട് 7 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ UPയിലാണെങ്കിൽ 62 ഉണ്ട്. ഇവിടെ 12 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. പ്രൈം മിനിസ്റ്ററിൽ നിന്ന് ഡിഫൻസ് മിനിസ്റ്റർ വരെ, ഹോം മിനിസ്റ്ററിൽ നിന്ന് എല്ലാ മിനിസ്റ്ററും നിങ്ങൾ തന്നെ അബ്സർവ് ചെയ്തെടുത്തു. പ്രൈം മിനിസ്റ്റർ നിങ്ങൾ തന്നെ എടുത്തു, വൈസ് മിനിസ്റ്ററെ നിങ്ങൾ തന്നെ എടുത്തു, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ നിങ്ങൾ തന്നെ എടുത്തിരുന്നു. എല്ലാം കൂടെ നിങ്ങൾ തന്നെ എടുത്തിട്ട് ഇത് അവസാനം സ്പീക്കറും കൂടെ എടുത്തു. അടുത്തതായിട്ട് മറ്റേ രാജ്യസഭയുടെ വൈസ് ചെയർമാനെ നിങ്ങൾ തന്നെ എടുത്തില്ലേ? എല്ലാം നിങ്ങൾ കൊണ്ടുപോയില്ലേ? അവസാനം ഞങ്ങൾക്ക് എന്താ ഉള്ളത്? ഞങ്ങൾ ഈ നാടിന്റെ ആൾക്കാരൊന്നും അല്ലേ? സൗത്ത് ഇന്ത്യയിലുള്ളതല്ലേ? സൗത്തിൽ നിന്ന് ഒരു പ്രൈം മിനിസ്റ്റർ പോലും വന്നില്ലല്ലേ? എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്? ഇന്ത്യയില് ഹിന്ദിക്ക് ശേഷം സെക്കൻഡ് ലാർജസ്റ്റ് സ്പീക്കിംഗ് ലാംഗ്വേജ് ഇസ് തെലുഗു. വെങ്കയ്യ നായിഡുവിനെ ഇവിടുന്ന് നിങ്ങൾ പറഞ്ഞു വിട്ടു. പക്ഷേ ഇപ്പോഴൊക്കെ മോദിജി പോവുകയാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും ജനക്കൂട്ടം ശരിക്കും വരുന്നുണ്ട്. മോദി മോദി എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ചില സമയം ഈ സിനിമയിലുള്ള കോമഡിയൊക്കെ നമ്മളൊന്ന് പോയി തിരിഞ്ഞു നോക്കി പോവില്ലേ? അതും സക്സസ് തന്നെ ആവുള്ളൂ. ഇപ്പൊ എല്ലാവരും സൗത്തിൽ നിന്ന് ഇലക്ഷനിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ നോക്കിയാ പ്രിയങ്ക ഗാന്ധി തെലങ്കാനയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് കേട്ടു. ഞാൻ തന്നെ വിളിച്ചേ. സോണിയാഗാന്ധി മാഡത്തിനെ തെലങ്കാന ഇലക്ഷനിൽ നിൽപ്പിക്കാനായിട്ട് ഞാൻ തന്നെയാണ് ശ്രമിച്ചത്. സോണിയാജി രാജസ്ഥാനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനോടൊപ്പം പ്രിയങ്കാജി രാഹുൽജീനെയും ഞങ്ങൾ വിളിച്ചതാ. അവര് വന്നില്ല. പ്രിയങ്കാജീനെയും തെലങ്കാനയ്ക്ക് വേണ്ടി ഞങ്ങൾ വെൽക്കം ചെയ്തതാ. കാരണം തെലങ്കാന സ്റ്റേറ്റ് ഉണ്ടായതിന് കാരണം ശ്രീമതി സോണിയാഗാന്ധി ജി ആയതുകൊണ്ടാണ്. ഒരുപക്ഷേ അവരില്ലെങ്കിൽ 100 വർഷമായാലും തെലങ്കാന ഉണ്ടായിരിക്കില്ല ഇന്ന്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ജനങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഒരാളെ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞ്. കാരണം തെലങ്കാന സ്റ്റേറ്റ് ഉണ്ടായത് തന്നെ നിങ്ങളുടെ കുടുംബം കാരണമാണ്.
സോ ആ കുടുംബത്തിൽ ആരെങ്കിലും തെലങ്കാനയെ റെപ്രസെൻ്റ് ചെയ്താൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. ഞാൻ കുറേ ശ്രമിച്ചു നോക്കിയതാ, പക്ഷേ അത് സെറ്റായില്ല. ഓഡിയൻസിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. ഇലക്ഷൻ പോൾസ് നടന്നിട്ടുണ്ട്. അതുപ്രകാരം 3ാമത് പ്രാവശ്യവും നരേന്ദ്രമോദിയാണ് വിജയിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. അദ്ദേഹവും അതാണ് പറയുന്നത്. ഇത്തവണ 400 എന്ന് പറയുന്നു. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ സ്ലോഗൻ കേൾക്കാനൊക്കെ നന്നായിട്ടാ ഉള്ളത്. ഇതുവരെ 302, 303 ഒക്കെ കിട്ടിയതൊക്കെ ഗുജറാത്തിൽ 28, എല്ലാരും ഒരുമിച്ച് ചേർന്നു. രാജസ്ഥാനിൽ 25, അതും എല്ലാം തന്നെ കിട്ടി. ഹരിയാനയിൽ 10, അതും എല്ലാം കിട്ടി. ഡൽഹിയിൽ 7, അതും കൂടെ കിട്ടി. UPയിൽ BJPക്ക് 62 കിട്ടിയിരുന്നു. പിന്നെ അലയൻസ് ഒക്കെ ചേർത്ത് 65 to 70 കിട്ടിയിരുന്നു. അതിനോടൊപ്പം ബീഹാറിൽ 1-2 ഒഴിച്ച് എല്ലാം കൂടെ കിട്ടിയിരുന്നു. എല്ലാ സ്ഥലത്തുനിന്നും 100% ആണ് കിട്ടിയത്. അതർവൈസ് 95% ആണ്. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷവും 300 നമ്പർ വരെ വന്നു ചേർന്നു ഈ ഭാരതീയ ജനതാ പാർട്ടി. ഇനി 400 കിട്ടണമെങ്കിൽ അവർ പാകിസ്ഥാനിലും കൂടെ പോയാൽ ജയിക്കേണ്ടത്. കാരണം ഇന്ത്യയിൽ സീറ്റില്ല ഇനി. കാരണം ഇപ്രാവശ്യം ഡൽഹിയിലൊന്നും കിട്ടില്ല, രാജസ്ഥാനിലും ഒന്നും കിട്ടില്ല, ഹരിയാനയിൽ കിട്ടില്ല, ഗുജറാത്തിലും കിട്ടില്ല. UPയിൽ എത്ര സീറ്റ്സ് ഉണ്ടോ അത്രയും കിട്ടാണ്ട് തന്നെ പോവും. ബീഹാറിലും കിട്ടാൻ പോകുന്നില്ല. സൗത്തിൽ 129 ഉണ്ട്. 129. കർണാടകയിൽ ഔട്ട് ഓഫ് 28, 27 ദേ ഗോട്ട്. ഇപ്രാവശ്യം 10 പോലും അവർക്ക് കിട്ടില്ല. പോയ പ്രാവശ്യം തെലങ്കാനയിൽ നിന്ന് 4 കിട്ടി. ഇപ്രാവശ്യം 2 പോലും കിട്ടില്ല. പിന്നെ എവിടുന്നാ ഈ 400 കിട്ടാൻ പോകുന്നത്? എവിടുന്ന്? എനിക്കൊന്നും മനസ്സിലായില്ല. ഇന്ന് ഞാൻ ഈ രജത് ശർമ്മ സാറിന്റെ ഷോയിൽ ഞാൻ ഈ പ്രോഗ്രാമിൽ പറഞ്ഞിട്ട് പോവാണ്. റിസൾട്ടിന് ശേഷം ഞാൻ രജത് സാറിന്റെ അടുത്ത് ഫോണിൽ തന്നെ സംസാരിക്കാം. 240 240 ഇതാണ് മാക്സിമം ഭാരതീയ ജനതാ പാർട്ടിയുടെ നമ്പർ. ഇതിനേക്കാൾ കൂടുതലായിട്ട് ഒരിക്കലും കിട്ടില്ല. അതായത് ഇലക്ഷന് വേണ്ടി നമ്മളൊരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുമല്ലോ. KCR ഇത് തന്നെയാ പറഞ്ഞത്. 119 100 സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ കിട്ടിയത് ഒരു 39. സോ മോഡിജിയും ഇപ്പം 400 എന്നാണ് പറയുന്നത്. 200 സീറ്റ് പോലും കിട്ടില്ല. സോ ഇതുപോലെ ജനറൽ പെർസെപ്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പൊളിറ്റീഷ്യൻസ് വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം വാട്സപ്പ് യൂണിവേഴ്സിറ്റി, അതുകൊണ്ടല്ലേ മോഡിജി ഇവിടെ സക്സസ് ആകുന്നത്. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ 400 എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം അങ്ങനെയൊന്നും സംഭവിക്കില്ല. ജനങ്ങൾ നല്ല രീതിയിലാണ് ചിന്തിക്കുന്നത്. ഇപ്പോഴല്ലേ എന്തോ ഒരു സർവേ വന്നല്ലോ, അതെല്ലാവർക്കും കാണിച്ചു കൊടുത്തില്ലേ? അതിൽ 62% ഓഫ് പോപ്പുലേഷൻ യങ്സ്റ്റേഴ്സാണ്. മോഡിക്കെതിരെയാണ് അവർ. ഇപ്പോ എസൻഷ്യൽ കമ്മോഡിറ്റീസിന്റെ പ്രൈസ് 72% ആണ് അധികമായിരിക്കുന്നത്. 400 രൂപയുടെ സിലിണ്ടർ 1200 രൂപയ്ക്ക്, 50 രൂപയുടെ പെട്രോളാണ് ഇന്ന് 100 രൂപയും 110 രൂപ ആയത്. എല്ലാത്തിനും വില കൂടിപ്പോയി. ഹി ഹാസ് പ്രോമിസ്ഡ് എവ്രി ഇയർ 2 crore job opportunities. But I have asked one question in Parliament in 2022. He has replied, അത് വെച്ച് നോക്കുമ്പോൾ 20 crores ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം. പക്ഷേ ഉത്തരം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ 7,21,680 ജോബ്സ്. 20 കോടി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമെന്ന് പറഞ്ഞ മോഡിജി പക്ഷെ തന്നത് വെറും 7 ലക്ഷമാണ്. അതിനോടൊപ്പം ജൻധൻ പദ്ധതി മൂലം എല്ലാ പാവപ്പെട്ടവർക്കും 15 ലക്ഷം വെച്ച് സ്വിസിന്റെ ബ്ലാക്ക് മണി എടുത്തുകൊണ്ടെന്ന് ഇവരുടെ അക്കൗണ്ടിലോട്ട് ഇടുവാന്ന് പറഞ്ഞേ. നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വല്ലതും വന്നോ പറഞ്ഞേ? ഇവിടെ ആർക്കെങ്കിലും ആ 15 ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞേ? ഇവിടെ ഉള്ള ഇത്രയും പേരിൽ ആർക്കും 1 രൂപ കിട്ടിയിട്ടില്ല. കർഷകരുടെ മക്കൾ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ ഇതില്? കർഷകരുടെ ഇൻകം ഒക്കെ ഡബിൾ ചെയ്യാന്നല്ലേ പറഞ്ഞത്? ഇന്ന് കർഷകരൊക്കെ ഡൽഹിയിൽ സൂസൈഡ് ചെയ്യുവാണ്. ഇത്രയും വർഷം ഭരണത്തിലിരുന്നിട്ട് കർഷകർക്ക് വേണ്ടി എന്ത് പദ്ധതിയാണ് നിങ്ങൾ കൊണ്ടുവന്നത്? 700 പേരാ മരിച്ചു പോയിരിക്കുന്നത്. ഹരിയാന, പഞ്ചാബിലെ കർഷകരൊക്കെ ഡൽഹിക്ക് ചുറ്റുമാണ് ഇരിക്കുന്നത്. പോലീസിന്റെ ഫയറിംഗിൽ കർഷകരാണ് മരിക്കുന്നത്. ഡബിൾ ഇൻകം എവിടെയാണ് സംഭവിച്ചത്? ഇപ്പോ മോഡിജി എന്താണ് കൊടുത്തത്? എല്ലാ പാവപ്പെട്ടവർക്കും വീട് തരാന്നല്ലേ പറഞ്ഞത് മോഡിജി? 2022 75th ഇയർ ഓഫ് ഡെമോക്രസി. എല്ലാ പാവപ്പെട്ടവർക്കും വീട് കൊടുക്കുമായിട്ടാണ് മോഡിജി പറഞ്ഞത്. എത്ര പേർക്ക് ഇവിടെ വീട് കിട്ടിയെന്നുള്ള കാര്യം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കട്ടെ. അതിനുശേഷവും മോഡിജിയാണ് പ്രൈം മിനിസ്റ്ററായിട്ട് വരണമെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നാടിനെ, കർഷകരെ, യങ്സ്റ്റേഴ്സ്, പിന്നെ പെണ്ണുങ്ങളെ ഞാൻ റിക്വസ്റ്റ് ചെയ്താണ് ചോദിക്കുന്നത്, ഈ നാട് എങ്ങോട്ടാണ് ഈ പോകുന്നത്? നിങ്ങൾ ആർക്കാണ് ഈ വോട്ടിടുന്നത്? നിങ്ങൾ എന്ത് രാഷ്ട്രീയ പാർട്ടിയാണ് ചൂസ് ചെയ്യുന്നത്? നാടിനെ വളർത്തിയെടുക്കാനായിട്ട് എന്തുകൊണ്ട് ശ്രമിക്കാതിരിക്കുന്നു? അതിൻ്റെ ഒപ്പം ഫൈനലി രജത് ശർമ്മ സർ 1951 ഇലക്ഷൻ നടന്ന സമയം തൊട്ട് 64 ഇയേഴ്സ് ആയി. ഇപ്പോൾ ഇത് 1947 തൊട്ട് 2014 വരെ 67 ഇയേഴ്സിൽ 14 പ്രൈം മിനിസ്റ്റേഴ്സ്.
അതില് 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം പോലും പ്രൈം മിനിസ്റ്റർ ആയി കാണും. ദേ ഹാവ് ബാറോഡ് 55 lakhs crores. 2014 നിന്ന് 2024 വരെ നരേന്ദ്രമോദിജി എത്ര ലോൺ മേടിച്ചിട്ടുണ്ടെന്നറിയാവോ രജത് ശർമ്മ സർ? 113 lakh crores. ഈ 67 വർഷത്തെ മേടിച്ചതിനേക്കാളായിട്ടുള്ള ഡബിൾ എമൗണ്ടാണ് മേടിച്ചത്. ഡബിൾ ആയിട്ടാണ് ഇന്ത്യ ലോൺ മേടിച്ചിരിക്കുന്നത്. ആ പൈസയൊക്കെ എവിടെ പോയി? അന്ന് എന്തൊരു പ്രൈം മിനിസ്റ്റേഴ്സാണ്, ബാക്രാണങ്ങൾ തൊട്ട് നാഗാർജുന സാർ വരെ എല്ലാരും എയർപോർട്ട് തൊട്ട് എല്ലാ വളർച്ചയും കൊണ്ടുവന്നിട്ടുള്ളതല്ലേ. പോർട്സ്, എയർപോർട്സ്, നാഷണൽ ഹൈവേസ്. ഈ നാടിന് എന്തൊക്കെ വളർച്ച കൊണ്ടുവരാൻ പറ്റുമോ? 67 ഇയേഴ്സില് 14 പ്രൈം മിനിസ്റ്റേഴ്സാണ് നടത്തിയിരിക്കുന്നത്. അവരെന്താ ഇതിനുവേണ്ടി ലോണാണോ എടുത്തിരുന്നത്? 55 lakh crores ഒക്കെ. പക്ഷേ നരേന്ദ്രമോദിജി തനിച്ച് 113 lakh crores ആണ് ലോൺ എടുത്തിരിക്കുന്നത്. ഈ പൈസയൊക്കെ എവിടെ പോയി? ആരുടെ പോക്കറ്റിലോട്ടാ പോയേ? ഈ നാടിന് വേണ്ടി നരേന്ദ്രമോദി എന്താണ് ചെയ്തിരിക്കുന്നത്? ബിജെപിയുടെ നേതാക്കന്മാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ചോദ്യം ചോദിക്കും. ഞാൻ നിങ്ങൾക്ക് ഡേറ്റ തരാം. ആക്ച്വൽ ഡേറ്റ ഞാൻ എടുത്തു തന്നേക്കാം. യു ടേക്ക് ദ ഡേറ്റ. ഞാൻ പാർലമെന്റിൽ ക്വസ്റ്റ്യൻ ചെയ്തതാ നിർമ്മല സീതാരാമൻ മാമിന്റെ അടുത്ത്. ഞാനും സംസാരിച്ചതാ. ഇവിടെ ഇത്രയും പേരുള്ളപ്പോ, ഇത്രയും പഠിച്ച ആൾക്കാർ, ഇത്രയും യങ്സ്റ്റേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. യങ്സ്റ്റേഴ്സിന്റെ കയ്യിലാണ് ഫ്യൂച്ചർ ഇന്ത്യ ഉള്ളത്. ഇവരെയൊക്കെ കുറിച്ചാണ് ഞാനൊന്ന് ചിന്തിച്ചു നോക്കാൻ പറയുന്നത്. ഇത് ഞാൻ എന്റെ ഒരാളുടെ കടമ മാത്രമല്ല. ആ പൈസ ഒക്കെ എവിടെ പോയി? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊന്നും ചോദിക്കാത്തത്? ഇതൊക്കെ ചോദിക്കേണ്ടത് നിങ്ങളുടെ കൂടെ കടമയല്ലേ ഇന്ന്? ആദ്യമായിട്ട് നിങ്ങൾ വോട്ടിടുന്ന സമയത്ത് ആർക്കാ ഇടണം ചിന്തിച്ചിടണം കേട്ടോ. മോദിജിക്ക് കൊടുത്തോ, കുഴപ്പമില്ല. മറ്റൊരു 100 crores നിങ്ങൾക്ക്, മറ്റൊരു 100 crores കൂടി കടം മേടിച്ച് നിങ്ങളുടെ കുടുംബത്തിന്റെ മേത്തോട്ട് ഇടുക അവര്. അപ്പൊ അറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടീസ് ഒക്കെ. ഈ ചോദ്യം ചോദിക്കേണ്ടത് താങ്കളുടെ അവകാശമാണ്. അത് ചോദിക്കേണ്ടത് ഞങ്ങളുടെ കടമയുമാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ജനങ്ങൾക്ക് ലഭിക്കണം. പക്ഷേ ഈ സന്ദർഭത്തിൽ ഒരാളുടെ ഒരു സ്വപ്നമുണ്ട്. റോബർട്ട് വാഡ്ര ഈ പ്രാവശ്യം ഇലക്ഷനിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇതിൽ കോൺടെസ്റ്റ് ചെയ്യാം. അദ്ദേഹം അമേഠിയിൽ മത്സരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തെലങ്കാനയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, കാരണം മറ്റുള്ളവരാരും സ്വീകരിക്കുന്നില്ല. സർ, ടിക്കറ്റ്സ് CEC ആണ് ഫൈനലൈസ് ചെയ്യുന്നത്. ഒരുപക്ഷെ CECയിൽ ഫൈനലൈസ് ആയെങ്കിൽ അതിനുശേഷം ആരയച്ചാലും, രജിത് ശർമ്മ സാറിനെ അയച്ചാലും ഞങ്ങൾ തെലങ്കാനയിൽ അവരെ വെച്ച് ഇലക്ഷനിൽ നിൽപ്പിക്കും.